So today we are starting chapter 3 motion in a straight line plus 1. Plus 1 chapter 3 ആയ motion in a straight line ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപേ ഇതിൻ്റെ ബേസ് ആയിട്ട് നമുക്കറിയേണ്ട ചില ടേംസ് ഉണ്ട്. ലൈക്ക് കൈനമാറ്റിക്സ്, ഫ്രെയിം ഓഫ് റെഫറൻസ്, ആൻഡ് വാട്ട് ഈസ് 1 dimension, 2 dimension ആൻഡ് 3 dimension. അപ്പോൾ ഇതൊക്കെ ആ ചാപ്റ്ററിൻ്റെ ബേസാണ്. അപ്പോൾ ഇതറിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിൽ കൂടുതലും നല്ലോണം മനസ്സിലാവണമെങ്കിൽ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. So first question, what is kinematics അല്ലെങ്കിൽ what is mean by kinematics? എന്താണ് kinematics എന്ന് പറയുന്നത്? It is a branch of physics which describe the motion of object without going into the causes of motion. അതെന്ന് പറയുന്നത് ഫിസിക്സിൽ തന്നെ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ച് ഡീൽ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ മോഷൻ ഓഫ് ഒബ്ജക്റ്റ്. മോഷൻ മീൻസ് മൂവ്മെൻറ്റ്. ഒരു സാധനം മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ മോഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ മോഷനെ കുറിച്ചിട്ടാണ് ഓരോ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ആ മോഷനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റഡി അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചാണ് ഫിസിക്സ്. അതിൻ്റെ കോസസ് നമ്മൾ ഡിസ്കസ് ചെയ്യില്ല, ഓൺലി ദ മോഷൻ ഓഫ് ഒബ്ജക്റ്റ്. എന്തുകൊണ്ടാണ് ആ മോഷൻ അവിടെ ഉണ്ടായ ആ കോസസ് ഡിസ്കസ് ചെയ്യില്ല കൈനമാറ്റിക്സിൽ. ഓൺലി ഡിസ്ക്രൈബ്സ് ദ മോഷൻ ഓഫ് ഒബ്ജക്റ്റ് വിത്തൗട്ട് ഗോയിങ് ഇൻ ദ കോസസ് ഓഫ് മോഷൻ. അതിനാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മീൻ ബൈ കൈനമാറ്റിക്സ് എന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ജസ്റ്റ് ഒരു ബേസ് മാത്രമാണ്. വാട്ട് ഈസ് മീൻ ബൈ ഫ്രെയിം ഓഫ് റെഫറൻസ്? എ കോർഡിനേറ്റ് സിസ്റ്റം യൂസ്ഡ് ടു സ്പെസിഫൈ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് അലോങ് വിത്ത് എ ക്ലോക്ക് ടു മെഷർ ടൈം കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫ്രെയിം ഓഫ് റെഫറൻസ്. Like example, the Cartesian coordinate system along with a clock is a frame of reference. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പൊസിഷൻ, ഒരു സ്പെസിഫൈ ആയ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പെസിഫൈ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് യൂസ് ചെയ്യുന്നത്. അലോങ് വിത്ത് ദ കോർഡിനേറ്റ് സിസ്റ്റം ദർ വിൽ ബി എ ക്ലോക്ക് ടു മെഷർ ടൈം ആൻഡ് ദീസ് ടു ബോത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. ആ ടൈമും ആ ഒരു ആ പൊസിഷൻ എവിടെയാണെന്നുള്ള ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം, ഇത് രണ്ടും കൂടുന്നതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാട്ട് ഈസ് 1 dimension, 2 dimension, 3 dimension എന്തെന്ന്. 1 dimension motion. It is the motion of an object along a straight line. It is also called rectilinear motion or linear motion. To describe 1 dimensional motion, only one coordinate x or y or z is needed. So 1 dimensional motion എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ആ ഒരു മോഷനെയാണ് നമ്മൾ 1 dimensional motion എന്ന് പറയുന്നത്. ഈ മോഷന് വേറൊരു നെയിമിലും കൂടി അറിയുന്നുണ്ട്, ദാറ്റ് ഈസ് റെക്റ്റിലീനിയർ മോഷൻ. സോ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ പോവുകയാണെങ്കിൽ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ഏത് മോഷനിലാണെന്ന് ചോദിച്ചാൽ അതിനെ നമുക്ക് 1 dimensional മോഷൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ എന്ന് ഡിഫൈൻ ചെയ്യാം. ആൻഡ് ഇത് ഡിനോട്ട് ചെയ്യണമെങ്കിൽ, ഇത് ഏത് മോഷനാണെന്ന് ഡിനോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് മാത്രം യൂസ് ചെയ്താൽ മതി, വൈ ആണെങ്കിൽ വൈ മാത്രം. ദാറ്റ് ഈസ് എക്സ് ഓർ വൈ ഓർ സെറ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി ഇൻ ദ കേസ് ഓഫ് 1 dimensional മോഷൻ. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ, മോഷൻ ഓഫ് എ ട്രെയിൻ അലോങ് എ സ്ട്രെയിറ്റ് റെയിൽ, മോഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. മോഷൻ ഓഫ് എ ട്രെയിൻ എന്താണ്? ഒരു സ്ട്രെയിറ്റ് റെയിലാണെങ്കിൽ ആ ട്രെയിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോവുക ചെയ്യുക, അവിടുന്ന് വളയും തിരിയൊന്നുമില്ല. സ്ട്രെയിറ്റ് റെയിലാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ട്രെയിൻ മൂവ് ചെയ്യുക. ആ ഒരു മോഷൻ നമുക്ക് 1 dimensional മോഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഫ്രീലി ഫോളിങ് ആയിട്ടുള്ള ബോഡി, അത് ഏത് പൊസിഷനാണോ നമ്മൾ താഴത്തേക്ക് ഇട്ടത് അത് അങ്ങനെ തന്നെയാണ് താഴത്ത് വരെ എത്തുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയിൽ പോകുന്നില്ല. ഇറ്റ്സ് എ ഫ്രീലി ഫോളിങ് ബോഡി. അതിൻ്റെ മോഷൻ ചോദിച്ചാൽ നമുക്ക് 1 dimensional മോഷൻ എന്ന് പറയാം. വാട്ട് ഈസ് 2 dimensional മോഷൻ? ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് ഓബ്ജക്റ്റ് ഇൻ എ പ്ലെയിൻ. മറ്റേതൊരു സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ പ്ലെയിനിലുള്ളതിനെയാണ് നമ്മൾ 2 dimensional മോഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടു ഡിസ്ക്രൈബ് ദിസ് 2 dimensional മോഷൻ വി യൂസ് 2 കോർഡിനേറ്റ്സ്, ദാറ്റ് ഈസ് xy or yz or xz are needed. When we look to the examples, a car moving on a plain ground, a boat sailing in a still lake, motion of planets around the sun, motion of a simple pendulum, projectile motion, circular motion. There are different examples for 2 dimensional motion. 2 dimensional മോഷൻ നമ്മൾ മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റേത് 1 dimensional മോഷൻ സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ this 2 dimensional motion is in a plane. And when we describe this 2 dimensional motion, we use 2 coordinate.
ഇൻസ്റ്റഡ് വി യൂസ് ഇൻ വൺ ഡയമെൻഷൻ മോഷൻ ഓൺലി വൺ കോർഡിനേറ്റ്. മറ്റേതിൽ ഒരു കോർഡിനേറ്റാണ് നമ്മൾ യൂസ് ചെയ്യാറ്. 2 ഡയമെൻഷനിൽ എത്തുമ്പോൾ നമ്മൾ 2 കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാം. അതിപ്പോൾ ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ദാറ്റ് ഈസ് വി ക്യാൻ ടേക്ക് എക്സ് വൈ ഓർ വൈ സെഡ് ഓർ എക്സ് സെഡ്. ഇറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ, ബട്ട് വി മസ്റ്റ് ഡിസ്ക്രൈബ് എ 2 ഡയമെൻഷൻ മോഷൻ ഇൻ 2 കോർഡിനേറ്റ്സ്. എക്സാമ്പിൾസ്: കാർ മൂവിങ് ഇൻ എ പ്ലെയിൻ ഗ്രൗണ്ട്. പ്ലെയിൻ ഗ്രൗണ്ടിൽ മൂവ് ചെയ്യുന്ന കാറ് 2 ഡയമെൻഷനാണ്. ബോട്ട് സെയിലിംഗ് ഇൻ എ സ്റ്റിൽ ലേക്ക്, അതായത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാതെ അല്ലെങ്കിൽ വേവ്സ് ഇല്ലാത്ത സ്റ്റില്ലായിട്ടുള്ള ലേക്ക്, ആ ലേക്കിൽ ബോട്ട് സെയിലിംഗ് എന്ന് പറയുന്നത് 2 ഡയമെൻഷനിലാണ്. പിന്നെ സണ്ണിൻ്റെ അറൗണ്ട് പ്ലാനറ്റ്സ് മൂവ് ചെയ്യുന്നത് എന്താണ് 2 ഡയമെൻഷനാണ്. സിമ്പിൾ പെൻഡുലം കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ മോഷൻ 2 ഡയമെൻഷനാണ്. പ്രൊജക്ടൈൽ മോഷൻ, സർക്കുലർ മോഷൻ, these all are examples for the 2 dimension motion. Now we can go to the 3-dimensional motion. It is a motion of an object in space. ഒരു സ്പേസിലുള്ള ഒബ്ജക്റ്റിൻ്റെ മോഷനെയാണ് നമ്മൾ 3-dimensional മോഷൻ എന്ന് പറയുന്നത്. 2 ഡയമെൻഷൻ ആണെങ്കിൽ പ്ലെയിനിലായിരുന്നു മോഷൻ. പ്ലെയിനിൽ നിങ്ങൾക്ക് ചാപ്റ്റർ 4 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനിലത്തെ മോഷൻ, അതായത് 1 ഡയമെൻഷന് മാത്രമാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത്. പിന്നെ ഈ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ ഒക്കെ ഞാൻ ഇതിൻ്റെ ബേസായിട്ട് പറഞ്ഞു പോവുകയാണ്. And to describe this 3-dimensional motion, we use 3 coordinate x, y and z. Examples for 3-dimensional motion is a motion of gas molecules, a kite flying on a windy day, motion of an aeroplane. അപ്പോൾ 3-dimensional motion one dimension 1 coordinate യൂസ് ചെയ്യും, 2 dimension 2 coordinate. So as 3 dimension is using 3 coordinates to describe it. And examples is motion of gas molecules ഇല്ലേ, അതിലെ മോഷനൊക്കെ 3 ഡയമെൻഷനാണ്. പിന്നെ വിൻഡി ഡേയിൽ ഫ്ലൈ ചെയ്യുന്ന കൈറ്റ്, പിന്നെ എയറോപ്ലെയിൻ മോഷനൊക്കെ 3 ഡയമെൻഷനിലാണ്. അതായത് നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഒബ്ജക്റ്റ് ഇൻ എ സ്പേസ്, ഒരു സ്പേസിലുള്ള ഒബ്ജക്റ്റിൻ്റെ മോഷനാണ് 3 ഡയമെൻഷൻ എന്ന് പറയുന്നത്. 3D ഫിലിംസ് ആലോചിച്ചാൽ മതി. 3D ഫിലിംസിൽ നമുക്ക് 3D ആ ഗ്ലാസ് ഇട്ടാൽ നമ്മൾ അടുത്തേക്ക് വരുന്നത് പോലെ, അല്ല സ്പേസിൽ വെക്കുന്നത് പോലെ, അതാണ് 3D dimension എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ബേസസ് ഓഫ് ദിസ് ചാപ്റ്റർ. നൗ വി ക്യാൻ ഗോ ഇൻ ടു ദ ചാപ്റ്റർ. അതായത് നമുക്ക് ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇത്രയും നേരം പറഞ്ഞത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ബേസ് മാത്രമാണ്. അത് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കുകയൊന്നും വേണ്ട, മനസ്സിലാക്കി വെക്കാൻ മാത്രം പറഞ്ഞതാണ്. സോ ഫസ്റ്റ് വൺ, ഡിഫൈൻ അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നത് ഈ ചാപ്റ്ററിലെ ഒരു വലിയ പോയിന്റ് തന്നെയാണ്. ഇത് അറിഞ്ഞാൽ തന്നെയുള്ള നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ ലുക്ക് അറ്റ് ദാറ്റ്. ഡിസ്റ്റൻസ് വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് പാത്ത് ലെങ്ത്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ്, ഒരു സാധനം എത്ര ദൂരെയാണോ ട്രാവൽ ചെയ്തത് അതിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്. അത് പോയി അവിടുന്ന് തിരിച്ച് വന്നു. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് എവിടെയാണോ പോയത് അവിടെ ഒരു ലെങ്ത്ത്, പിന്നെ അത് തിരിച്ച് വന്നു, പോയ സാധനം തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു, അപ്പോൾ തിരിച്ച് വരുന്നതിൻ്റെ ആ ഒരു ലെങ്ത്ത്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടേക്കും ടോട്ടൽ ഡിസ്റ്റൻസ് കാണും. But in the case of displacement, it is a straight line distance between the initial and final positions of the object, measured in the direction from initial point to the final point. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് അതൊരു സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഞാൻ എക്സാമ്പിളാക്കി പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റ് ഒരു സ്ഥലം വരെ പോയി അതിന് തിരിച്ച് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഈ 2 ലെങ്ത്തും കൂടി സമ്മപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്റ്റൻസ് കാണുക, അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. ബട്ട് വെൻ വി ലുക്ക് ഇൻ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അത് പോയി വന്ന ആ ഇനീഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ അതിൻ്റെ ഫൈനൽ പൊസിഷനും ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ അവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വന്നെങ്കിൽ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലെത്തി, എന്നിട്ട് ദെൻ ആ ഫൈനൽ പൊസിഷനിൽ നിന്ന് വീണ്ടും ഇനീഷ്യൽ പൊസിഷനിലേക്ക് എത്തിയെങ്കിൽ ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിട്ടുണ്ടാവില്ല. പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ 10th പഠിച്ചിട്ടുണ്ട്, അത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പോയി അതിൻ്റെ ഫൈനൽ പൊസിഷനിലെത്തി തിരിച്ച് അതേ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തിയാൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിസ്റ്റൻസ് വി കാൽക്കുലേറ്റ് ദ ബോത്ത് ലെങ്ത് ആൻഡ് സം അപ്പ്. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. Both distance and displacement has the same dimension L and same unit meter. രണ്ട് പേർക്കുമുള്ള യൂണിറ്റ് സെയിം ആണ്, മീറ്റർ ആണ്. അതുപോലെ തന്നെ ഡയമെൻഷനിൽ നോക്കുകയാണെങ്കിലും രണ്ടാളും സെയിം ഡയമെൻഷൻസും ആണ്.
സോ ഇതാണ് ഇന്ന് എടുക്കുന്ന ടോപ്പിക്സ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഓൾസോ. സോ താങ്ക് യു.